നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാഹനത്തിൻ്റെ ടയർ ജാമാണ്, മൂവ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു കയറ്റം കയറ്റി നോക്കുകയാണ് ഈ വാഹനം എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സെറ്റപ്പ് വരുന്നത് 2 റിമോട്ട് കൺട്രോളും അതുപോലെ തന്നെ 2 കീയും ആണ് വരുന്നത്. ഈ റിമോട്ട് കൺട്രോളിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യാം. വണ്ടി എന്താ പറയുക, കീലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മളെ കീ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ വണ്ടി ലോക്കാണ്, നമുക്ക് ഈ വാഹനം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്ത് ക്യാരി ചെയ്തിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുവരാം. 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ബാറ്ററിയിൽ ഓടാനും പറ്റും. ഇനി ലോങ് ഡ്രൈവുകൾ പോവുകയാണെങ്കിൽ നമുക്കൊരു 200-300 കിലോമീറ്റർ പോകണമെങ്കിൽ നമുക്കിതിൽ 4 ബാറ്ററിയുടെ സെറ്റപ്പ് വരെ വയ്ക്കാൻ സാധിക്കും. അത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാറ്ററി റെൻറ്റിനെടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MOtOLOOpz. MOtOLOOpzൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇലക്ട്രിക് വാഹനമാണ്, ഒരു സ്കൂട്ടറാണ്. ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു റെട്രോ ലുക്ക് തരുന്ന കിഡിലൻ 2 സ്കൂട്ടേഴ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് എൽതോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ബ്രാവോ എന്ന് പറയുന്ന 2 സ്കൂട്ടേഴ്സാണ്. 2 സ്കൂട്ടേഴ്സ് അല്ല, 2 കളേഴ്സാണ് ഈ സ്കൂട്ടറിൻ്റെ. ഒറ്റയടിക്ക് നമുക്ക് ഒരു റെട്രോ ലുക്ക് തരുന്ന, എന്താ പറയുക, ഈ കളേഴ്സ് തന്നെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവും ഇത് സ്ത്രീകളെ ഉന്നം വെച്ചിട്ടുള്ള 2 വാഹനങ്ങളാണ്. യൂത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 വാഹനങ്ങളാണ്. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു റെട്രോ ലുക്ക് തരുന്നുണ്ട്. ഒറ്റയടിക്ക് റോട്ടിലൂടെ പോകുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും ഇതിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റൈലിംഗ് നോക്കുകയാണെങ്കിൽ പക്ക റെട്രോ സ്റ്റൈലിലാണ് ഈ ഒരു വാഹനം കമ്പനി അണിയിച്ചൊരുക്കിയതെന്ന് പറയാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസാണ്. അത് നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വാഹനം നിലവിൽ ജർമ്മനിയിൽ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കി കുറച്ച് കാര്യങ്ങൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ മേക്കിംഗ് വരുന്നത് നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിലാണ് ഈ വാഹനത്തിൻ്റെ മേക്കിംഗ് വരുന്നത്. ജർമ്മൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിരത്തിലെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു ബ്രാവോ എന്ന് പറയുന്ന സ്കൂട്ടർ. വാഹനത്തിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഫുൾ LED യൂണിറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഇതിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു DRL കൂടി ഈ ഒരു വാഹനത്തിന് കൂടെ വരുന്നുണ്ട്. കൂടാതെ താഴോട്ട് വരികയാണെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ പോർഷന് തൊട്ടടുത്തായിട്ട് DRLൻ്റെ മറ്റൊരു പോർഷൻ കൂടിയുണ്ട്. ഒരു L ഷേപ്പിലുള്ള ഒരു DRL പോർഷൻ കൂടി വരുന്നുണ്ട്. ഇതിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് LED ബൾബുകളും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് നമുക്ക് സമ്മാനിക്കുന്ന ഒരു റെട്രോ സ്റ്റൈലിംഗ് ആണ്. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഒരു എലമെൻറ്റുകളാണെന്ന് എടുത്തു പറയണം. കാരണം ആ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ ഫിനിഷിൻ്റെ ആ ഒരു ലൈനിങ്ങും കാര്യങ്ങളെല്ലാം ഒരു റെട്രോ ലുക്ക് ഈ ഒരു വാഹനത്തിന് സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. അതേപോലെ ഷോക്ക് അബ്സോർബേഴ്സൊക്കെ നോർമൽ വാഹനങ്ങളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി കംഫേർട്ട് തരുന്ന രീതിയിലുള്ള ടൈപ്പാണ്. അതേപോലെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ആണ്. ട്യൂബ്ലെസ് ടയേഴ്സും അലോയ് വീൽസും ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ സ്വാഭാവികമായിട്ടും സാധാരണഗതിയിലുള്ള സ്കൂട്ടറുകൾ കാണാത്ത ഒരു കാര്യമാണ് ഈ ഫോർക്ക് ബൂട്ട്സ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഇന്നർ ട്യൂബ്സിന് ഒരു പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമാണ്. അതൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് കാണാത്ത രീതിയിൽ മറയ്ക്കാനും ഈ ഒരു കമ്പനി ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. സൈഡ് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നമ്മുടെ കാലുകളൊക്കെ വെക്കാൻ നല്ല ഗ്രിപ്പായിട്ടുള്ള ഒരു
റബ്ബർ പോർഷൻസ് ഈ ഒരു വാഹനത്തിലുണ്ട്. ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫുഡ് ബാക്കാണ് ബാക്കിൽ പാസഞ്ചറിന് വരുന്നത്. കാല് വയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിനോട് നല്ല രീതിയിൽ ഇഴകി ചേർന്നിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ഓരോ ബോഡി പാനൽസ് ഉള്ളത്. ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ആയിട്ട് ഒരു ഗ്രേ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിൽ ഒരു പോർഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബ്രാവോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇതിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കുന്നത്. അതേപോലെ പുറകിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് വരുന്നത്. ഒരു ഹബ് മോട്ടർ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഡ്രൈവുകൾ കൊടുക്കുമ്പോഴുള്ള പവർ ലോസ് ഈ ഒരു വാഹനത്തിൽ വളരെ കുറവാണ്. അതേപോലെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. ഇതെല്ലാം മെറ്റൽ പാർട്സ് ആണ്, അല്ലാതെ ഫൈബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽസോ അല്ല. എല്ലാം മെറ്റൽ പാർട്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു കാരിയർ കാണാം. ഇതിൽ അത്യാവശ്യം ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് കാരിയറാണ്. ഇതും മെറ്റൽ പാർട്സ് ആണ്, അല്ലാതെ ഒരു ഫൈബറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലോ അല്ല. പക്കാ മെറ്റൽ പാർട്സ് ആണ് ഈ ഒരു കാരിയറിലും കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ നമുക്ക് ലോഡ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാരിയറാണ്. പുറകിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു റെട്രോ ലുക്ക് ഈ ഒരു വാഹനം കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് ലൈറ്റിന് ചുറ്റുമായിട്ട് ആ ഒരു ക്രോമിയം ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗി തരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ പുറകിലോട്ട് വരുന്ന സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പക്ക റെട്രോ ലുക്കാണ് ഈ ഒരു വാഹനം തരുന്നത്. ഇപ്പം ഞാനിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ ഫ്ലാറ്റ് ഫൂട്ടായിട്ടല്ല, എന്നാൽ പക്ക ഫ്ലാറ്റ് ഫൂട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കാലൊക്കെ താഴെ എത്തുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് 5.8 ആണ്. അപ്പം 5.8 ഉള്ള ആൾക്ക് കംപ്ലീറ്റ് ഫ്ലാറ്റ് ഫൂട്ട് അല്ലെങ്കിലും നല്ല രീതിയിലുള്ള ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു വാഹനമാണോ അതോ വലിയൊരു വാഹനമാണോ എന്നുള്ള കൺഫ്യൂഷൻ തോന്നും. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം ചെറിയൊരു വാഹനം പോലെ നമുക്ക് തോന്നുമെങ്കിലും നമ്മൾ ഇതിൽ കയറിയിരുന്നാൽ സാധാരണ നമ്മൾ റോഡിൽ കാണുന്ന IC എൻജിൻ സ്കൂട്ടറുകൾ അത്ര തന്നെ ആ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനം തരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഇനി എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മീറ്റർ കൺസോളും ഇതിൻ്റെ കീയും കാര്യങ്ങളെല്ലാമാണ്. ഈ ഒരു മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു മീറ്റർ കൺസോളിൽ സ്പീഡ് നമുക്ക് അനലോഗ് ആയിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള ബാറ്ററിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ട്രിപ്പ് A ട്രിപ്പ് B കാര്യങ്ങളും എത്രത്തോളം വോൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലായിട്ടാണ് തരുന്നത്. പിന്നെ നോർമൽ വാർണിംഗ് ഇൻഡിക്കേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിന് ഹസാർഡ് ലൈറ്റും കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനി നൽകുന്നുണ്ട്. നല്ല സൗണ്ടുള്ളൊരു ഹോണും ഈ ഒരു വാഹനത്തിനുണ്ട്. ഇതിൻ്റെ സ്വിച്ച് ക്വാളിറ്റി എല്ലാം തന്നെ നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. അതേപോലെ തന്നെ ഡ്രൈവ് മോഡും സ്പോർട്സ് മോഡും കൂടി ഈ ഒരു വാഹനത്തിനുണ്ട്. സ്പോർട്സ് മോഡിൽ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി പവറും കാര്യങ്ങളും തരുന്നുണ്ട്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 70 km/h ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡായിട്ട് കമ്പനി ക്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാവോയുടെ ആ ഒരു കീ സെറ്റപ്പ് വരുന്നത്. 2 റിമോട്ട് കൺട്രോളും അതുപോലെ തന്നെ 2 കീയും ആണ് വരുന്നത്. ഈ റിമോട്ട് കൺട്രോളിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ഇഗ്നിഷൻ ഓൺ ചെയ്യാം. വണ്ടി എന്താ പറയുക, കീലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മളെ കീ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ വണ്ടി ലോക്കാണ്. നമുക്ക് ഈ വാഹനം ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം വാഹനം ഓണാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ DRL ഓൺ ആയിട്ടുണ്ട്. മീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ മീറ്റർ കൺസോൾ ഓണാണ്. ഈ രീതിയിൽ വണ്ടി ഓണാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോവാം. ഇനി നമ്മളിത് അൺലോക്ക് ചെയ്ത് നമ്മൾ വണ്ടി സെൻട്രൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പറയാനുള്ളതാണ്. ഈ ഒരു വാഹനം നമ്മളിപ്പം ഇതിന് മോഷൻ സെൻസർ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത് എടുക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയ്യോ വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അലാറം അടിച്ച പോലെ അലാറം അടിക്കും. ഇനിയിപ്പം ആരെങ്കിലും ഈ വാഹനം തള്ളി നീക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അലാറം അടിക്കും. അല്ലാതെ മുന്നോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വാഹനത്തിൻ്റെ ടയർ ജാമാണ്, മൂവ് ചെയ്യുന്നില്ല. നമ്മളിതിൽ അൺലോക്ക് ചെയ്താൽ വണ്ടി ഇപ്പോൾ ഫ്രീ ആയി. ഈ ഒരു സേഫ്റ്റി ഫീച്ചർ മറ്റു വാഹനങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് എടുത്തു പറയാം. ഈ ഒരു വാഹനം അത്ര പെട്ടെന്ന് ആർക്കും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. സാധാരണ രീതിയിൽ സ്കൂട്ടറുകളിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിമൂവബിൾ ബാറ്ററി. അതെ, റിമൂവബിൾ ബാറ്ററി കൂടി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു വാഹനത്തിൽ സിംഗിൾ ബാറ്ററിയാണുള്ളത്. ഇതിൻ്റെ ഡുവൽ ബാറ്ററി ഉള്ള ഒരു മോഡൽ കൂടി കാണിക്കാം. ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ബാറ്ററി സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് 20 AH ഒരു ബാറ്ററിയാണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിലുള്ളത്. ഇതൊരു 12 മുതൽ 15 കിലോഗ്രാമിനുള്ളിലേ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ലേഡീസിനൊക്കെ നമുക്കിത് ഊരിയെടുത്തിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം ഈ ഒരു MCBയുടെ യൂണിറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സുഖമായിട്ട് നിങ്ങൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്ത്
ക്യാരി ചെയ്തിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫുൾ ചാർജ് ചെയ്ത് കൊണ്ടുവരാം. 2 ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു ബാറ്ററിയിൽ ഓടാനും പറ്റും. ഇനി ലോങ് ഡ്രൈവുകൾ പോവുകയാണെങ്കിൽ നമുക്കൊരു 200-300 കിലോമീറ്റർ പോകണമെങ്കിൽ നമുക്കിതിൽ 4 ബാറ്ററിയുടെ സെറ്റപ്പ് വരെ വയ്ക്കാൻ സാധിക്കും. അത് കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ബാറ്ററി റെൻറ്റിനെടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനത്തിൻ്റെ നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി സെറ്റപ്പ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു നല്ല സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്നുണ്ട്. അതുകൂടാതെ ഇതിന് താഴെയായിട്ട് ഒരു ഹിഡൻ സ്റ്റോറേജ് കൂടിയുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ സുഖമായിട്ട് ഇതിൽ സൂക്ഷിക്കാം. ഈ ഒരു വാഹനത്തോടൊപ്പം ലഭിക്കുന്ന ഒരു ഹെൽമെറ്റാണ്, നമുക്ക് കളർ വൈസ് ആണ് ഈ ഒരു വാഹനത്തിന് കളറിന് മാച്ച് ആയിട്ടുള്ള അതേ ഒരു ഹെൽമെറ്റാണ്. ഈ ഒരു ഹെൽമെറ്റൊക്കെ സുഖമായിട്ട് ഈ ഒരു വാഹനത്തിനുള്ളിൽ വെക്കാൻ പറ്റും. എന്ന് വെച്ചാൽ 2 ബാറ്ററി സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അഡീഷണൽ ആയിട്ട് ഹെൽമെറ്റ് ക്യാരി ചെയ്യാനുള്ള സ്പേസ് കൂടി ഈ ഒരു വാഹനത്തിനുള്ളിലുണ്ട്. അപ്പം ഈ ഒരു മോഡലിൻ്റെ ഡുവൽ ബാറ്ററി സെറ്റപ്പുള്ള ഒരു വാഹനമാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ബാറ്ററീസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു MCB സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററി ഈ കണക്ഷൻ റിമൂവ് ചെയ്ത് നെക്സ്റ്റ് ബാറ്ററിയിലേക്ക് നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഓൺ ചെയ്താൽ നമുക്ക് നോർമലി വണ്ടി സാധാരണ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജറാണ് ഈ കാണുന്നത്. നമുക്ക് നോർമൽ നമ്മുടെ വീടുകളിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നോർമൽ ടൈപ്പ് ഒരു ചാർജറാണ്. വീടുകളിലാണെങ്കിൽ 3 to 4 hours വേണം ഈ ഒരു വാഹനം ഡബിൾ ബാറ്ററി സെറ്റപ്പ് ആണെങ്കിൽ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സിംഗിൾ ബാറ്ററി ആണെങ്കിൽ ഒരു 2 hours തന്നെ വാഹനം ഫുൾ ചാർജ് ആവും. അതുകൂടാതെ നിലവിലിപ്പം ഈ ഒരു വാഹനത്തിൽ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഇല്ല. നമുക്കത് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു വാഹനത്തിൽ കൂടെ നൽകുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് ഉള്ളിലായിട്ടൊരു ഫാസ്റ്റ് ചാർജിങ്ങിനുള്ളൊരു യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ളൊരു പോർഷൻ വരുന്നുണ്ട്. ഇപ്പം വേണമെങ്കിൽ നമുക്കിതിൽ മൊബൈൽ ചാർജിങ് പോർഷൻ കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മുടെ ബ്രാവോ എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ മീറ്റർ കൺസോൾ ആണ് ഈ കാണുന്നത്. ഇതിൽ ഒരു സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് ഡിജിറ്റൽ അല്ല, അനലോഗ് ആണ്. അതുപോലെ ഇതിന് നടുവിലായിട്ട് ചെറിയൊരു ഡിജിറ്റൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് മോഡുകൾ കാണാം. ഇപ്പോൾ റെഡി, ഡ്രൈവ് എന്നുള്ള മോഡ് കാണാം. അതുപോലെ തന്നെ നമുക്ക് സ്പോർട്സ് എന്ന് പറയുന്ന ഒരു മോഡ് കൂടി ഉണ്ട്, അത് എസ് എന്ന് കാണിക്കും. അതേപോലെ ഇതിന് മുകളിലായിട്ട് കാണുന്നത് ഈ ബാറ്ററിയുടെ റേഞ്ച് അല്ലെങ്കിൽ കപ്പാസിറ്റിയാണ്, എത്രത്തോളം ബാറ്ററി ഇതിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് ഡിസ്റ്റൻസ് ടു എംപ്റ്റി ഇതിലില്ല, അല്ലെങ്കിൽ എത്ര റേഞ്ച് വരെ ഈ ഒരു വാഹനം ഓടും എന്നുള്ള ആ ഒരു റീഡിങ് ഇതിൽ മിസ്സിംഗ് ആണ്. നമുക്ക് ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 2 ട്രിപ്പ് മോഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഡ്രൈവ് മോഡ് അതുപോലെ തന്നെ സ്പോർട്സ് മോഡ് കൂടാതെ റിവേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഡ്രൈവ് സെലക്ഷൻ ആയിട്ടുള്ള ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡ് മാറുന്നത് കാണാം. ഇങ്ങനെ ഈ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതുക്കെ വളരെ കുറഞ്ഞ സ്പീഡിലാണ് പുറകോട്ട് പോകുന്നത്. വലിയ രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ഇല്ല, ചെറിയൊരു പുള്ളിങ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബാക്ക്വേർഡ് കിട്ടില്ല. ഇപ്പോൾ റിവേഴ്സിലാണ് ഈ വാഹനം പോകുന്നത്, ചെറിയൊരു പുള്ള് നമുക്ക് തരും. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൽ റിവേഴ്സിൽ കിട്ടില്ല. അതുപോലെ തന്നെ നല്ല നീറ്റായിട്ടുള്ള സ്വിച്ചുകളാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഹെഡ് ലാമ്പിൻ്റെ ബ്രൈറ്റ് അതുപോലെ ഡിം അതിൻ്റെ സ്വിച്ചസ് ആണ്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഹോൺ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ അസാർഡ് ലൈറ്റ് ഉണ്ട്. അസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് ഡ്രൈവ് സെലക്ഷൻ്റെ സ്വിച്ചസ് ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാർസ് എല്ലാം തന്നെ അലൂമിനിയം ഫിനിഷിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രിപ്പുള്ളൊരു ഹാൻഡിലാണെന്ന് പറയാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് എനിക്ക് പക്കാ ഫ്ലാറ്റ് ഫൂട്ടല്ല, എന്നിരുന്നാൽ കൂടി ഒരു 5.8 ഒക്കെ ഉള്ള ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ്. കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ അത്ര ചെറുതല്ല ഈ ഒരു വാഹനം. അപ്പോൾ നമ്മൾ ഈ വാഹനം, ഈ ഒരു സ്കൂട്ടർ നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അത്യാവശ്യം വെയിറ്റുള്ള 2 ആളെയും വെച്ചിട്ട് ഈ വാഹനം കയറ്റം കയറുമെന്നുള്ളത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ലോഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 235 കിലോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാനും ഈ ചേട്ടനും ഏകദേശം ഒരു 200 മുകളിൽ എന്തായാലും വെയിറ്റ് ഉള്ളവരാണ് ടോട്ടൽ കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു കയറ്റം കയറ്റി നോക്കുകയാണ്, ഈ വാഹനം എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ,
ബ്രാവോയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വാഹനത്തിന് 2 തരത്തിൽ നമുക്ക് പ്രൈസിങ് വരുന്നുണ്ട്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ സിംഗിൾ ബാറ്ററി മോഡലും അതുപോലെ തന്നെ ഡുവൽ ബാറ്ററി മോഡലും അവൈലബിൾ ആണ്. സിംഗിൾ ബാറ്ററി മോഡൽ ആണെങ്കിൽ 1,25,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ ഡുവൽ ബാറ്ററി മോഡലിന് 1,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസായിട്ട് വരുന്നത്. ഈ ഒരു വാഹനം സത്യത്തിൽ നമുക്കൊരു ഡെയിലി കമ്മ്യൂട്ടറായിട്ട് എന്തുകൊണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ്. വളരെ സുഖമായിട്ട് നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാം. നമ്മളെ ജോലി സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ബാറ്ററി ഊരി കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് ഫെസിലിറ്റീസ് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും